എഴുതാനുള്ളത് ഹുറൂഫുൽ കൽക്കലത്ത്. അതിൽ നമുക്ക് നോക്കാം. പിന്നെ കുത്തുബ് ജദാണ്. അതിൽ ത്വാ ഉണ്ട്, ബാ ഉണ്ട്, ജീം ഉണ്ട്, ദാലുണ്ട്, കാഫില്ല. ഹുസ്സലിഅത്തിൻ ഖില്. അപ്പോൾ ഇതിൽ ഏതാണുള്ളത്? ഹ ഉണ്ട്, സ്വാദ് ഉണ്ട്, ഐനുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇത് വേർതിരിച്ച് നമ്മൾ ഹുറൂഫുൽ കൽക്കലത്ത് ഏതാണ്, ഇസ്തില ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ശേഷം ഇവിടെ കൽക്കലത്ത് ഏതാണ്, ഇസ്തില ഏതാണെന്നുള്ളത് ചോദ്യമുണ്ട്. ആദ്യത്തത് ഇന്നൽ ഫറല. ഫറല ഫറല എന്നുള്ളത് എന്താണ്? ഇസ്തില ആണ്. പിന്നെ ദാർ എന്നുള്ളത് കൽക്കലത്താണ്. പിന്നെന്താണ്? അസ്ബഹ. അസ്ബഹ എന്നുള്ളത് കൽക്കലത്താണ്. പിന്നെ ഫഹസഫ്ന എന്നുള്ളത് ഇസ്തിലാണ്. പിന്നെയോ വലി തബ്തഗു എന്നുള്ളത് ഇസ്തിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. സിമ്പിളാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അടുത്തത് അഹ്കാമു റാഇൽ മുതഹരിക. ഹർക്കത്തുള്ള റായിൻ്റെ ഹുക്കുമകളാണ്. റായിനെ നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്ന് തഫ്ഹീമായിട്ടും രണ്ട് തർക്കീക്കായിട്ടും പറയാം. ഓക്കെ, റായിന് ഫതഹോ ലമ്മോ ആണെങ്കിൽ വായ നിറച്ച് ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിനാണ് തഫ്ഹീം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഉച്ചരിക്കുന്നത് പോലെ എന്താണ്? പിന്നെ അറ ഐത്തല്ലതി, അറ ഐത്തല്ലതി, അറ ഐത്തല്ലതി. എന്നാൽ തർക്കീക്ക് എന്ന് പറഞ്ഞാൽ റായിന് കസറാണെങ്കിൽ നേരിയ ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിനാണ് തർക്കീക്ക് എന്ന് പറയുക. ഗൈരിൽ മഖ്ലൂബി, ഗൈരിൽ മഖ്ലൂബി, നേരിയ ശബ്ദത്തിൽ ഉച്ചരിക്കാം. ഓക്കെ, ഫതഹോ ലമ്മോ ആണെങ്കിൽ തഫ്ഹീം എന്ന് പറയും, കസറാണെങ്കിൽ തർക്കീക്ക് എന്ന് പറയും. സിമ്പിളാണ്. ഓക്കെ, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി. കസറാണ്, കസർ തർക്കീക്കാണ്. വൻതളിർ ഇന്നഹും മുൻതളിറൂൻ, ലമ്മാണ്, എന്താണ്? തഫ്ഹീമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നോക്കാം. ശേഷം ഇതിൽ പാഠഭാഗങ്ങളുണ്ട്. ഒലിബത്യുർ റൂം, ഒലിബത്യുർ റൂം, റാ തഫ്ഹീമാണ്. പിന്നെ യുബ്ലിസുൽ മുജ്രിമീന, റാ തർക്കീക്കാണ്. യഫ്രഹു തഫ്ഹീമാണ്. ഫിൽ ബരി വൽ ബഹരി തർക്കീക്കാണ്. ഇന്നഹും മുൻതളിറൂൻ തഫ്ഹീമാണ്. ഓക്കെ, സിമ്പിളാണ്. അടുത്ത പാഠം മദ്ദുൽ അസ്ലി എന്നുള്ള പാഠമാണ്. മദ്ദുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘ ശബ്ദത്തിനാണ് മദ്ദുൽ അസ്ലി എന്ന് പറയുക. മനസ്സിലാക്കി വെക്കുക. സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘ ശബ്ദത്തിനാണ് മദ്ദുൽ അസ്ലി എന്ന് പറയുക. ഇത് നീട്ടുന്നതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 2 ഹർക്കത്താണ്. ഓക്കെ, 2 ഹർക്കത്ത് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ? നീട്ടേണ്ടതുള്ളൂ. അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ നൽകുന്ന മദ്ദിന് അല്ലെങ്കിൽ നീട്ടാൻ നമ്മൾ നൽകുന്ന വാചകങ്ങളാണ് അലിഫ്, വാവ്, യാ എന്നുള്ളത്. ഓക്കെ, അലിഫ് എന്ന് പറഞ്ഞാൽ ഫതഹിന് നമ്മൾ അലിഫ് ഇട്ട് കൊടുക്കും, ലമ്മിന് വാവ് ഇട്ട് കൊടുക്കും, കെസറിന് യാ ഇട്ട് കൊടുക്കും. അലിഫിന് ഫതഹ്, വാവിന് ലമ്മ്, യാഇന് കെസർ. ലാ യംലികൂന, ലാ യംലികൂന, കൈമൽ നമ്മൾ എണ്ണ പിടിച്ച ലാ യംലികൂന. സീറൂ ഫിൽ അർള്. ജന്നത്താനി, ജന്നത്താനി, ജന്നത്താനി വശിമാലിൻ. പിന്നെ യസ്തരിഖൂന ഫീഹ. ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെയോ ഇതിൽ ശീലിക്കാനുള്ള കാര്യങ്ങൾ റബീലാ തദർനി ഫർദൻ വാൻത ഖൈറുൽ വാരിസീൻ എന്നുള്ളത്. ശേഷം വേർതിരിക്കാം എന്നുള്ളതാണ്. മദ്ദിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ്, വാവ്, ഐവ എന്ന് നമ്മൾ പറയാം. ഓക്കെ, പിന്നെ ഉദാഹരണത്തിൽ നിന്നും ഹുറൂഫുൽ മദ് രണ്ടെണ്ണത്തിൻ്റെയും എടുത്തെഴുതാം എന്നുള്ളതാണ്. ജന്നത്താനി എന്നുള്ള അലിഫ് ഉണ്ട്, യമീൻ എന്നുള്ളതിൽ യാ ഉണ്ട്, ഷിമാൽ എന്നുള്ളതിൽ അലിഫ് ഉണ്ട്. ഓക്കെ, പിന്നെ ഹുറൂഫുൽ മദ് എന്ന് പറഞ്ഞാൽ അലിഫ്, വാവ്, യാ. ഇത്രയേ ഉള്ളൂ പാഠങ്ങൾ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. ഇതൊന്ന് നിങ്ങൾ നോക്കുക. നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കാം.